എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമ്മുടെ പിഞ്ചോമന കല്യാണിയെ ഇല്ലാതാക്കിയ കല്യാണിയുടെ അമ്മ സന്ധ്യ, ആ സ്ത്രീ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള ഒരു വരുത്തി തീർക്കലൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ വിശ്വസിച്ചു പോയി. എന്നാൽ സന്ധ്യയെ പിടികൂടിയതിന് ശേഷം പോലീസുകാരുടെ കൂടെ സന്ധ്യ പോകുന്നത് ഒരു തോർത്തുമുണ്ടുകൊണ്ട് മുഖം മറച്ചിട്ടാണ്, മൂക്കും വായുമൊക്കെ മറച്ചിട്ട് ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ. അപ്പോൾ ആ സമയത്ത് ആ വ്യക്തി എന്താണോ ചെയ്യുന്നത് അതുപോലെയൊക്കെ ഒരു കുറ്റവാളി ശരിക്കും പോകുന്നത് പോലെയാണ്, അല്ലാതെ ഒരു മാനസിക രോഗി പോകുന്നത് പോലെയല്ല ആ സന്ധ്യ ആ സമയത്ത് ആ പോലീസുകാരുടെ കൂടെ പോകുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ സന്ധ്യ മറ്റൊരു സംശയം എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. CC ക്യാമറയിൽ കുട്ടീനെ എടുത്തിട്ട് നല്ല പക്വതയുള്ള ഒരമ്മ, ഒരു നല്ല ഒരു സ്ത്രീ, നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യവതിയായ മാനസികവും ശാരീരികവുമായിട്ട് പക്ക ആയ ഒരു സ്ത്രീ പോകുന്ന പോലെയാണ് ബസ്സിൽ നിന്ന് ആ കുട്ടീനെ കൊണ്ട് ഇറങ്ങുന്നതും ഫുട്പാത്തിൽ കൂടി നടന്നു പോകുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നാം. അതൊരു മനസ്സിന് പ്രശ്നമുള്ള ഒരു പെണ്ണ് നടക്കുന്നത് പോലെ അല്ല നമുക്കത് മനസ്സിലാവുക. കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഈ കുട്ടിക്ക്, ഈ സന്ധ്യയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഒരു കുറ്റവാളി ഇരിക്കുന്നത് പോലെ തന്നെ മുഖം തോർത്തുമുണ്ടുകൊണ്ട് പൊത്തിപ്പിടിച്ച്, അതുപോലെ പിന്നീടുള്ള എല്ലാ സമയത്തും സന്ധ്യ അങ്ങനെയായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സന്ധ്യയ്ക്ക് യാതൊരു വക മാനസിക പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ തന്നെ 2 അനുജന്മാരുണ്ട്, ഭർത്താവിനൊരു ചേട്ടനുണ്ട്, ഒരു കൂട്ടുകുടുംബമാണ്, തൊട്ട് ചേർന്നിട്ടാണ് സുഭാഷിൻ്റെ തറവാട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലും ഈ പെൺകുട്ടിയുടേതായ ഒരു ലോകം കെട്ടിപ്പടുത്ത് അവരുടെ കൂട്ടത്തിൽ തന്നെ നിന്നു പോന്നു. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് സന്ധ്യയുടെ വീട്ടിൽ നിന്നും ആ ഭാഗത്ത് നിന്നും എന്തോ ഒരു ലോൺ എടുത്ത വകയിലോ അങ്ങോട്ട് 1 ലക്ഷം രൂപ ഈ കുടുംബത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഈ കുടുംബത്തുള്ള ഭർത്താവടക്കം ഒരാളും ഈ പൈസ എന്തേന്നോ, ഈ പൈസയെക്കുറിച്ച് യാതൊരു വിവരവും അറിവും അവർക്കില്ല. പിന്നെ ഈ സന്ധ്യയുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അമ്മയും ചേച്ചിയും സന്ധ്യയ്ക്കൊപ്പമാണ്. ഈ സന്ധ്യയുടെ ഈ പരിപാടികൾക്കൊക്കെ അവർ ചുക്കാൻ പിടിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് ആളുകൾ ലോകത്ത്. ഈ ടോർച്ച് വെച്ച് തലയ്ക്ക് 2 മക്കൾക്കും അടി കൊടുത്തു. മോളുടെ ഈ ഭാഗം, മോൻ്റെ തല, ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ വീട്ടുകാർ, ഈ സുഭാഷിൻ്റെ വീട്ടുകാർ എന്തുകൊണ്ട് വേണ്ടത്ര പരിഗണന ആ കുട്ടിക്ക് കൊടുത്തില്ല, ആ കുട്ടികൾക്ക് കൊടുത്തില്ല? അച്ഛമ്മ തൊട്ടുകൂടെ ഉണ്ട്. ഇപ്പോൾ അച്ചാച്ചൻ വയ്യാണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്താണ് ഈ അമ്മ അങ്ങോട്ടൊന്ന് ഓടിപ്പോയത്. അതുകൂടാണ്ട് ചേട്ടനിയന്മാരുടെ ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരാരും ഈ മക്കൾക്ക് വേണ്ട പരിഗണന കൊടുത്തിരുന്നില്ല. ആരെങ്കിലും അങ്ങനെ ഒരു ശ്രദ്ധ ഇവരിലുണ്ടായിരുന്നെങ്കിൽ, ഈ സുഭാഷ് തന്നെ സ്വന്തം ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം വീട് വിട്ട് ജോലിക്ക് പുറത്തൊരു സ്ഥലത്ത് മാറി നിൽക്കുന്നത്. വീട്ടിലല്ല, വേറെ ഒരു സ്ഥലത്താണ്. അങ്ങനെ മാറി നിന്ന് ജോലി ചെയ്യുന്നു. അതൊക്കെ ഇങ്ങനെ ഒരു കൊലപാതക ശ്രമം ഇതിനു മുമ്പ് നടത്തിയിട്ടും എന്തുകൊണ്ട് കൂടുതൽ ശ്രദ്ധ മക്കളിലേക്ക്, ഇവളിനിയും ഇത് ആവർത്തിച്ചാലോ? ഇവർക്കറിയാവുന്ന കാര്യമാണ്. ഐസ്ക്രീമിൻ്റെ അകത്തൊക്കെ വിഷം ചേർത്ത് കൊടുത്തു, കഴിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ടോർച്ച് കൊണ്ട് 3 കിലോ വെയിറ്റ് വരുന്ന ടോർച്ച് വെച്ചിട്ട് തലക്കെട്ട് അടിച്ചതെന്നൊക്കെ ഇവർക്ക് തന്നെ അറിയാം. എന്തുകൊണ്ട് പിന്നെയും ഇവർ ഈ കുഞ്ഞുങ്ങളെ ഈ അമ്മയുടെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചു? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കരുതൽ കൊടുത്തില്ല. എന്തുകൊണ്ട്? ഈ മക്കളുടെ ജീവന് വേണ്ടി ആരോടാണ് ഇനി പറയുക? ഇനിയിപ്പം മോൻ്റെ കാര്യം ഓക്കെ, കാരണം അമ്മ ജയിലിലായി. പക്ഷെ ആ മോൻ്റെ ഒരു മനസ്സിൻ്റെ വേദനയുണ്ടല്ലോ, അത് അവൻ മരിക്കുവോളം അവൻ്റെ മനസ്സിലുണ്ടാവും. അവൻ്റെ കൂടെപ്പറപ്പ്, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ പെങ്ങളെയാണ് പെറ്റമ്മ ഇല്ലാണ്ടാക്കിയത്. എന്നെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ ഈ മോൻ്റെ കൈ കൊണ്ട് തന്നെ അവൾ ഇല്ലാണ്ടാവാനും സാധ്യതയുണ്ട്. ഞാൻ പറയട്ടെ, ഒരു പരിധി വരെ ഈ പെറ്റമ്മമാർ തന്നെയാണ് അധികം കുഞ്ഞുങ്ങളെ ഇല്ലാണ്ടാക്കുന്നത്.
ജന്മം കൊടുത്ത പിതാക്കന്മാർ അത്ര കണ്ടിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാറില്ല. പക്ഷെ വളർത്തച്ഛന്മാർ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. തൊടുപുഴയൊക്കെ ഒരു കേസ്, ഒരു മോൻ്റെ തലക്കെട്ടൊക്കെ അടിച്ചിട്ടും അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളർത്തച്ഛന്മാർ, അത് ഈ അമ്മയുടെ കൂടെ കൂടുന്ന ഈ സ്ത്രീകൾ, അവരാണ് വിരലിലെണ്ണാവുന്ന പോലുള്ള അഴുക്കുകൾ അവരാണ് ജന്മം കൊടുത്ത മക്കളെ ഇല്ലാണ്ടാക്കുന്നത്. നമുക്ക് തന്നെ അറിയാവുന്നത്, കടൽ തിട്ടയിലൊക്കെ പോയി കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊന്ന അമ്മമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാതെയും ഒക്കെ ഒരുപാട് അമ്മമാർ ഈ 10 മാസം എടുത്ത് നൊന്തു പ്രസവിച്ചിട്ടുള്ള ഈ അമ്മമാർ ഈ മക്കളെ ഇത്ര ക്രൂരമായിട്ട് അത് വേറൊരു കാര്യമുണ്ട്. എനിക്ക് ഇന്നലെ തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, ഇവൾക്ക് ഒരു തൂക്ക് കയറോ അല്ലെങ്കിൽ ഇത്ര വർഷം തടവോ പിഴയോ അങ്ങനെയൊന്നുമല്ല കൊടുക്കേണ്ടത്. ആ കുഞ്ഞിനെ എറിഞ്ഞ ആ പുഴയുണ്ടല്ലോ, അവിടെ നല്ല വെള്ളമുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഇവളെയും കൊണ്ട് അങ്ങനെ തന്നെ പുഴയിലേക്ക് തട്ടണം. അത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹമാണത്. ഇവളെയും ആ വെള്ളത്തിലേക്ക് തന്നെ കൊണ്ടെറിഞ്ഞിടണം. അപ്പോഴേ അവൾ ആ വേദന മനസ്സിലാക്കുള്ളൂ. വെള്ളം കുടിച്ച് നിലയില്ലാ കയത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴേ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു വേദന, ഭയം, ശ്വാസം വലിക്കുമ്പോഴും വെള്ളമാണ് ഉള്ളിലേക്ക് പോകുന്നത്, കണ്ണിലും വായിലും മൂക്കിലും ഒക്കെ ജലം, ഒരു ബോധവും ഒരു അറിവും പിന്നെയില്ല. ആ കുട്ടി അനുഭവിച്ച ആ വേദനയുണ്ടല്ലോ, അത് തന്നെ ഇവിടെ അനുഭവിക്കണം. ഇവിടെ അതിനായിട്ട് എറിഞ്ഞു കൊടുക്കണം വെള്ളത്തിലേക്ക്, അവിടെ തന്നെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.